കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കേണ്ടതിനു വേണ്ടി ഞങ്ങൾ ദിവസം തോറും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വിസ്തൃതമായി കിടക്കുന്ന ദൈവവചനത്തിൻ്റെ ഒരു ധാരയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് കുരുവിള വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ സമകാലികരായി തൻ്റെ ചുറ്റുപാടും പാർക്കുന്നവരും പരിചയക്കാരുമായവർക്ക് മാത്രമല്ല, ഭൂമിയിൽ എവിടെയും ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാർക്കുമായി പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 2-9 വാക്യത്തിൽ എഴുതിയ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഈ കഴിഞ്ഞ നാളുകളിൽ സുദീർഘമായി ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ്റെ ഗുണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിതവർഗവും സ്വന്ത ജനവും ആകുന്നു. ആ കൂട്ടത്തിൽ ദൃശ്യമായതിൽ നിന്ന് അദൃശ്യമായതിലേക്ക്, പഴയ നിയമത്തിലെ നിഴലിൽ നിന്ന് പുതിയ നിയമത്തിലെ പൊരുളിലേക്ക് നമ്മൾ വിചിന്തനം ചെയ്ത് പഠിക്കുന്ന വിഷയമാണ് ഈ രാജകീയ പുരോഹിത വർഗം. പുതിയ നിയമത്തിൽ രാജാവില്ല. പുതിയ നിയമത്തിൽ പഴയ നിയമ വസ്ത്രധാരണത്തോടു കൂടിയ പുരോഹിതന്മാരും ഇല്ല. എന്നാൽ പഴയ നിയമത്തിൽ രാജാക്കന്മാർക്ക് പ്രവേശിപ്പാൻ കഴിയാത്ത, പുരോഹിതന്മാർ ചെയ്തുകൂടാത്ത ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം പുതിയ നിയമ വിശുദ്ധന്മാരെ ദൈവം വിളിച്ചു വേർതിരിച്ചു എന്നുള്ള ഭാഗ്യപദവിയുടെ അടിസ്ഥാനത്തിൽ രാജകീയ പുരോഹിതവർഗം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ദൈവവചനം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇന്ന് നാം പഠിക്കുന്നത് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധന സ്ഥലം ആയ സമാഗമന കൂടാരത്തിൽ പ്രവേശനത്തിൽ വരുമ്പോൾ കാണുന്ന പ്രാകാരവും അതിൽ ഉള്ള വിഷയങ്ങളെയും സംബന്ധിച്ചാണ്. അതിൽ മഹാപുരോഹിതൻ എന്ന അതിവിശിഷ്ട പദവി വഹിക്കുന്ന വ്യക്തിയുടെ വസ്ത്രത്തെക്കുറിച്ച്, പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിചിന്തനം ചെയ്യുകയുണ്ടായി. ഇന്ന് പുരോഹിത വസ്ത്രം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ചിന്തിക്കുന്നത്. പഴയ നിയമത്തിലെ ഹൈ പ്രീസ്റ്റിൻ്റെ ഗാർമെൻസും പുരോഹിതന്മാരുടെ പ്രീസ്റ്റ്ലി ഗാർമെൻസും ഇത് രണ്ടാണ്. പുരോഹിത വസ്ത്രത്തിൽ മഹാപുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കുമ്പോൾ മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിചിത്ര വസ്ത്രങ്ങൾ ഉണ്ടാക്കി. അവ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. പുറപ്പാട് ദിവസം 28-1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ് തദ്വിഷയത്തെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളും വിവരണങ്ങളും കാണുന്നത്. ഇവ കൂടാതെ തങ്കം കൊണ്ട് ഒരു പട്ടം ഉണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന മുദ്ര കൊത്തി നീലനൂൽ കൊണ്ട് തലയ്ക്ക് ചുറ്റും സകല ജനവും കാണത്തക്കവണ്ണം നെറ്റിയിൽ ബന്ധിക്കണം. പുറപ്പാട് ദിവസം 28-36. മാത്രവുമല്ല, അവൻ്റെ ന്യായവിധി പതക്കത്തിനകത്ത് ഉറീമും തുമ്മീമും 2 എബ്രായ പദങ്ങളാണ്. അതിൻ്റെ അർത്ഥം വെളിപ്പാട്, സത്യം എന്നിവയാണ്. അവയും വയ്ക്കണം. പുറപ്പാട് ദിവസം 28-30. അപ്പോൾ തന്നെ മഹാപുരോഹിതൻ അല്ലാതെ അവൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്കും മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, കോട്ട്, നടുക്കെട്ട്, ഗർഡിൽസ്, തലപ്പാവ്, ബോണറ്റ്സ് എന്നിവയുണ്ടാക്കണം. ഇവയെല്ലാം യഹോവയുടെ കൽപ്പന പ്രകാരവും മോശയുടെ നിർദ്ദേശം അനുസരിച്ച് ഉണ്ടാക്കി. പുറപ്പാട് പുസ്തകം 28-40 വാക്യം. യഹോവയുടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴൊക്കെയും യാഗപീഠത്തിൽ അടുക്കുമ്പോഴും കുറ്റം ചുമന്ന് കടക്കുന്നവർ മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. അവനും അവൻ്റെ സന്തതിക്കും അതെന്നേക്കുമുള്ള ഒരു ചട്ടം ആയിരിക്കണം. പുറപ്പാട് പുസ്തകം 40-43 വാക്യം. എന്നാൽ ഇസ്രായേൽ ജനങ്ങൾക്ക് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വരെ യാഗവസ്തുക്കളുമായി ചെല്ലുവാനല്ലാതെ അവിടെ നിന്ന് മുന്നോട്ട് ഒരടി പോലും പോകുവാൻ അനുവാദം ഇല്ലായിരുന്നു. അഥവാ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ കടന്ന് ഉൾപ്രവേശിക്കുവാൻ മറ്റ് ജനങ്ങൾക്ക് ആർക്കും അനുവാദം ഇല്ലായിരുന്നുവെന്ന് സാരം. അടുത്ത് ശ്രദ്ധിക്കുക, രാജകീയ പുരോഹിതവർഗം
ഗാർമെൻറ്റ്സ് ഓഫ് റോയൽ പ്രീസ്റ്റ്. പുതിയ നിയമത്തിൽ രാജകീയ പുരോഹിത വർഗത്തിൽ സ്ത്രീകൾക്കുള്ള അലങ്കാരം, യോഗ്യമായ വസ്ത്രം ധരിക്കണം. അവർ ലജ്ജാശീലത്തോടുകൂടെ സുബോധത്തോടുകൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം എന്നത് പുതിയ നിയമത്തിലെ വ്യവസ്ഥയാകുന്നു. ഇവ ആയിരിക്കണം അവയെ അലങ്കരിക്കുവാൻ ഉപയോഗിക്കേണ്ട വിശേഷ വസ്ത്രങ്ങൾ. എന്തെല്ലാം? വളരെ ശ്രദ്ധയോടുകൂടെ യോഗ്യമായ വസ്ത്രവും ലജ്ജാശീലവും സുബോധവും ഉള്ളവരായിരിക്കണം. ഈ 3 വസ്തുക്കളെ കൊണ്ട് അവരെ അലങ്കരിക്കണം. തിമോഥെയോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 9 വാക്യം. എന്തുകൊണ്ടല്ല എന്നിവയും അതേ വേദഭാഗത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് അലങ്കരിക്കണം എന്ന് നാം കണ്ടു. ഒരിക്കൽ കൂടെ പറയാം. എല്ലാ വിശ്വാസികളായ സ്ത്രീജനങ്ങളും കേട്ടിരിക്കേണ്ട നിയമമാണത്. യോഗ്യമായ വസ്ത്രം ധരിക്കണം. അരുതാത്ത ശരീരഭാഗങ്ങളൊന്നും കാണിക്കരുത്. ശരീരഭാഗം മുഴുവൻ മറച്ച് ലജ്ജയുള്ളവരായിരിക്കണം. അവർ സുബോധത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. ഇതായിരിക്കണം അവരുടെ അലങ്കാരം. എന്തുകൊണ്ടല്ല തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത്? പിന്നിയ തലമുടി, ബ്രോയിഡേഡ് ഹെയർ, പൊന്ന്, സ്വർണം, ഗോൾഡ്, മുത്ത്, പേൾസ്, വിലയേറിയ വസ്ത്രം, കോസ്റ്റ്ലി ആരെ എന്നിവ കൊണ്ടല്ല. ചുരുക്കി പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ പോയി തങ്ങളെ തന്നെ പല വിധത്തിൽ അലങ്കരിച്ചു കൊണ്ടുവരുന്ന വ്യവസ്ഥ പുതിയ നിയമ വിശുദ്ധന്മാർക്ക്, രാജകീയ പുരോഹിതവർഗത്തിൽ ഉൾപ്പെട്ട സഹോദരിമാർക്ക് അരുത്. തങ്ങളെ അലങ്കരിച്ച് സൗന്ദര്യവർദ്ധനവ് വരുത്തേണ്ടത് പൊന്നും പൊന്നാഭരണങ്ങളും അവയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന വിലയേറിയ മുത്തുകളും കൊണ്ടല്ല. പിന്നെ വിലയേറിയ വസ്ത്രം, കാശ്മീർ പട്ടും ബനാറസ് പട്ടും മൈസൂർ പട്ടും മറ്റും കൊണ്ടല്ല അലങ്കരിക്കേണ്ടത്. പിന്നെ എന്താണ്? ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. തിമോഥെയോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 10 വാക്യം. ദൈവവചനത്തിൽ കാണുന്ന ഈ വ്യവസ്ഥയ്ക്ക് വിപരീതമായിട്ടല്ലേ ഇന്ന് പല അലങ്കാരങ്ങളും സ്ത്രീകളുടെ ജീവിതത്തിൽ വന്നു കയറിയിരിക്കുന്നത്? അലങ്കരിക്കണം എന്ന് പറഞ്ഞവയെ കുപ്പത്തൊട്ടിയിലിട്ട് അലങ്കരിക്കരുത് എന്ന് പറയുന്ന വസ്തുക്കളെ സ്വീകരിച്ച് ബഹുമാനം കൊണ്ടാടുന്ന വ്യക്തികളല്ലേ? ഇവ പഠിപ്പിക്കുവാൻ ജനങ്ങൾ തയ്യാറാകാതെയും ഇരിക്കുന്നതാണ് പുതിയ നിയമ രാജകീയ പുരോഹിതവർഗത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ബലഹീനത. അടുത്ത്, സ്ത്രീകൾ ദൈവസഭയിൽ മൗനമായിരിക്കണം, പൂർണ്ണമായ അനുസരണമുള്ളവരായിരിക്കണം, പുരുഷന്റെ മേൽ അധികാരം നടത്തരുത്. 3 കാര്യങ്ങൾ. തിമോഥെയോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 11, 12. വിശുദ്ധ പൗലോസ് സ്ത്രീ വിരോധിയായിരുന്നു എന്ന് ധരിക്കരുത്. സ്ത്രീകളെ അടിച്ചമർത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്ന് വയ്ക്കരുത്. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പലയിടങ്ങളിലും സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനം കൊടുക്കുകയും സ്ത്രീകളെ മുക്തകണ്ഠം പ്രശംസിക്കുകയും സ്ത്രീകളെ വളരെ അനുഗ്രഹകരമായ തരത്തിൽ അവരുടെ ശുശ്രൂഷയോർത്ത് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താൻ പറഞ്ഞ വചനമാണ് നമ്മളിവിടെ വായിക്കുന്നത്. സ്ത്രീകൾ ദൈവസഭയിൽ മൗനമായിരിക്കണം, പൂർണ്ണമായി അനുസരണം ഉള്ളവരായിരിക്കണം, പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്തരുത്. ഭർത്താവിൻ്റെ മേൽ മാത്രമല്ല, ദൈവസഭയിലെ ഒരു പുരുഷന്റെ മേലും അവർ കർത്തൃത്വം നടത്തരുത്. അതുകൊണ്ട് ഈ വചന കാര്യങ്ങളെ ശ്രദ്ധിച്ചു വേണം രാജകീയ പുരോഹിതവർഗമാകുന്ന ദൈവകുഞ്ഞുങ്ങൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത്. ആത്മീയ അലങ്കാരം പൊതുവായിട്ട് എന്തെല്ലാം ആണെന്ന് തുടർന്ന് അല്പസമയം കൂടെ ചിന്തിക്കാം. ഇവയൊന്നും അലങ്കാര വസ്തു നിർമ്മാണ സ്ഥാപനത്തിൽ മനുഷ്യനിൽ നിന്നുള്ള നിർമ്മാതാക്കളാൽ നിർമ്മിച്ചിട്ടുള്ളവയല്ല. പ്രത്യുത അദൃശ്യനായ ദൈവത്താൽ ആത്മീയരായ ദൈവമക്കൾക്കും വിശ്വാസികൾക്കും ദൈവദാനമായി ലഭിക്കുന്ന ആത്മീയ വസ്ത്രങ്ങൾ അത്രേ. ഒരിക്കൽ കൂടെ പറയാം, ഈ അലങ്കാര വസ്തുക്കൾ ലോകത്തിലുള്ള ഒരു അലങ്കാര വസ്തു നിർമ്മാണ സ്ഥാപനത്തിൽ ഉണ്ടാക്കി പൊതുവിപണിയിലും അല്ലാതെയും വിൽക്കുന്ന കച്ചവടച്ചരക്കല്ല. പ്രത്യുത അദൃശ്യനായ ദൈവത്താൽ ആത്മീയരായ ദൈവമക്കൾക്കും വിശ്വാസികൾക്കും ദൈവദാനമായി ലഭിക്കുന്ന ആത്മീയ വസ്ത്രങ്ങൾ അത്രേ. അവയിൽ ചിലത് നോക്കുക.
ദൈവത്തിൽ ഉള്ള ആനന്ദം. യെശയ്യാപ്രവചനം 61:10. ദൈവത്തിൽ ഉള്ള ഉല്ലാസം 61:10 രക്ഷാവസ്ത്രം 61:10 നീതി എന്ന അങ്കി വീണ്ടും 61:10 സകലരും കാൺകെ നീതി സ്തുതി എന്നിവ ധരിച്ചിരിക്കണം 61:11 ഇത് വിൽപ്പനച്ചരക്കായി എങ്ങും കിട്ടുന്നതല്ല. രാജകീയ പുരോഹിതവർഗമായി ദൈവത്തെ സ്വീകരിച്ച് കർത്തൃ ശുശ്രൂഷയിൽ വരുന്ന വിശ്വാസികൾക്കും വിശ്വാസ വീരന്മാർക്കും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ദൈവത്താൽ തരപ്പെടുന്ന അലങ്കാര വസ്ത്രം ആണ്. അടുത്തതായി കാണുന്ന ആത്മീയ അലങ്കാരത്തിൻ്റെ വിവരണം കൂടെ ശ്രദ്ധിക്കുക. ഇതുകൊണ്ടല്ലേ രാജകീയ പുരോഹിത വർഗത്തെ പഠിക്കുമ്പോൾ പഴയ നിയമ പുരോഹിത വർഗത്തിൻ്റെ വസ്ത്രങ്ങളും പുതിയ നിയമ പുരോഹിത വർഗത്തിൻ്റെ വസ്ത്രങ്ങളും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കുന്നത്. സൃഷ്ടിതാവിൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിക്കണം. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, അന്യോന്യം പൊറുക്കുക അഥവാ ക്ഷമിക്കുക, തമ്മിൽ ക്ഷമിക്കുക, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം എന്നിവ ധരിക്കുക. രാജകീയ പുരോഹിതഗൃഹമാകുന്ന പുരുഷന്മാർ ചെയ്യരുതാത്തവ എന്ത് എന്ന് ശ്രദ്ധിക്കുക. അതും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കോപം, വാഗ്വാദം എന്നിവ വേണ്ട. തിമോഥെയോസ് 2:8 ഇവ ഉള്ളവർ പ്രാർത്ഥനയ്ക്ക് മുതിരാതെ. ഏതുള്ളവർ? കോപവും വാഗ്വാദവും ഉള്ളവർ. വീട്ടിലാകട്ടെ, കമ്മിറ്റിയിലാകട്ടെ, കൗൺസിലാകട്ടെ, പരസ്യമാകട്ടെ, രഹസ്യമാകട്ടെ, ഭാര്യയോടാകട്ടെ, ഭർത്താവിനോടാകട്ടെ, കുഞ്ഞുങ്ങളോടാകട്ടെ, കോപവും വാഗ്വാദവും എന്നിവ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ ദൈവസഭയിലും അല്ലാതെയും പ്രാർത്ഥനയ്ക്ക് മുതിരരുത്. ഇങ്ങനെ ഇവയുള്ളവർ വിട്ടകന്ന ശേഷം വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്കുള്ളിൽ കോപവും വാഗ്വാദവും ക്രോധവും തമ്മിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ല എന്ന് പൂർണ്ണമായി ബോധ്യം വരുത്തുകയും ബോധ്യമുള്ളവരാകുകയും ചെയ്താണ് പ്രാർത്ഥിക്കുക. രാജകീയ പുരോഹിതവർഗം ക്രിസ്തുവിൻ്റെ ആത്മീയ പടയാളികൾ അത്രേ. തിമോഥെയോസിൻ്റെ 2 ലേഖനം 2:1-5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് ഗ്രഹിക്കാവുന്നതാണ്. ഏതൊരു പടയാളിക്കും ശത്രുവിനോട് പൊരുതുവാൻ അക്ഷരീയ ആയുധവർഗം ഉള്ളതുപോലെ യേശുക്രിസ്തുവിൻ്റെ ആത്മീയ പടയാളികൾക്ക് ശത്രുവുണ്ട്. അതും ആത്മീയ ശത്രുക്കളാണ്. അവ ജഡരക്തങ്ങൾ അല്ല, പ്രത്യുത അന്ധകാരത്തിൻ്റെ ലോകാധിപതിയും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയും അത്രേ. ഇനിയും ആരെങ്കിലും അക്ഷരീയ ശത്രുക്കളായി എഴുന്നേൽക്കുന്നു എങ്കിൽ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയും ദുഷ്ടാത്മസേനയോടുകൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളുടെ പ്രേരണയാലാണ് ഇങ്ങനെയുള്ളവർ ദൈവമക്കളോട് പ്രശ്നങ്ങൾക്കും യുദ്ധത്തിനും വാഗ്വാദങ്ങൾക്കും വരുന്നത്. ആകയാൽ അവയോട് എതിർത്ത് നിന്ന് വിജയം നേടേണ്ടതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധവർഗം ധരിക്കണം. ഒരിക്കൽ കൂടെ, ഏത് രാജ്യത്തിൻ്റെയും പടയാളികൾക്ക് സ്വന്തം ഭവനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആയുധവർഗം അല്ല ധരിക്കേണ്ടത്. അതാത് ഗവൺമെൻറ്റുകൾ, സർക്കാരുകൾ അതാത് വ്യക്തികൾക്ക് അതാത് കാലങ്ങളിൽ കൊടുക്കുന്ന ആയുധവർഗം ധരിച്ചേ പോകാവൂ. അതുപോലെ കർത്താവിൻ്റെ പടയാളികൾ കർത്താവിനാൽ കൊടുക്കപ്പെടുന്ന ആയുധവർഗം തന്നെ ധരിക്കണം. അത് ഏതെല്ലാം എന്ന് നോക്കുക. അരയ്ക്ക് സത്യം, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കത്തിനായുള്ള ചെരുപ്പ്, വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന വാൾ, ഇവയോടൊപ്പം പ്രാർത്ഥനയും വേണം. ഇപ്രകാരം 6 വിധ വിഷയങ്ങളാണ് ക്രിസ്തുവിൻ്റെ പടയാളികളാകുന്ന ആത്മീയ പടയാളികൾക്ക് ധരിപ്പാൻ ദൈവം കൊടുത്തിരിക്കുന്ന സർവായുധവർഗം. അതിലൊന്നുപോലും ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചാൽ പട ശരിയാകുകയില്ല. ചട്ടപ്രകാരം പോരാടണമെങ്കിൽ ഈ വിധ വിഷയങ്ങൾ ധരിച്ചേ മതിയാകൂ. ഈ വിഷയമാണ് വിശുദ്ധ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-18 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്.
ഇവ ധരിക്കുന്നതിന് മുൻപ് അന്ധകാരത്തിൽ, അവിശ്വാസത്തിൽ, അറിയായ്മയുടെ കാലത്തിൽ ആയിരുന്നപ്പോൾ ധരിച്ചിരുന്ന ചില അനാത്മീയ അദൃശ്യ ആയുധങ്ങൾ ജന്മസിദ്ധമായി ധരിച്ചിരിക്കുന്നു. അത് മറന്നു പോകരുത്. അവയോട് ചേർന്ന് രണ്ടും കൂടെ ധരിക്കുന്നത് ദൈവവചനാനുസൃതമല്ല, അത് സാധ്യവുമല്ല. ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന, സേവനം ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ ധരിച്ച വസ്ത്രത്തോടുകൂടെ ഗവൺമെൻറ് കൊടുക്കുന്ന ആ യൂണിഫോമും കൂടെ ധരിപ്പാൻ സാധ്യമല്ലല്ലോ. ജന്മന ആർജിച്ചിരുന്ന ആദാമ്യ ആയുധവർഗങ്ങൾ, പ്രവൃത്തികൾ എന്തെല്ലാമുണ്ടോ അവയിൽ ചിലതിനെ ഉരിഞ്ഞു കളയണം, ചിലതിനെ മരിപ്പിക്കണം, ചിലതിനെ ക്രൂശിക്കണം, ചിലതിനെ മറക്കണം, മറ്റ് ചിലതിനെ വിട്ടോടണം. എന്നിട്ട് ഇവ ധരിക്കണം എന്ന് തിരുവചനത്തിൽ ഉപദേശമില്ല. വിട്ടുകളയേണ്ടത് ഏതെല്ലാം എന്ന് നോക്കുക. അതല്ലേ പറഞ്ഞത്, തിരുവചനത്തിലെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ അല്പം ധ്യാനത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്നേ മതിയാകുള്ളൂ. അവ ഏതെല്ലാം ആകുന്നു എന്ന് അടുത്ത സെഷനിൽ നമുക്ക് ധരിക്കാം, നമുക്ക് പഠിക്കാം, ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇതവരുടെ ആത്മീയ ജീവിതത്തിനും ശുശ്രൂഷയ്ക്ക് അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. കർത്തൃനാമത്തിൽ അനുഗ്രഹിച്ച് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കേൾക്കുമാറാകട്ടെ.